ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമേ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. വരമായി ആത്മദാനമായി വരമായി ജീവശക്തിയായി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഈ നഗരത്തിൽ തന്നെ വസിക്കണം. എവിടെ വസിക്കണം? പറയൂ. നരകത്തിലല്ല, നഗരത്തിൽ. പറഞ്ഞേ. ഈ ആലയത്തിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ഒറ്റപ്പെടലിന്റെ മുകളിൽ നിനക്ക് വേണ്ടി ദൈവം സ്വർഗം തുറക്കും. ഇപ്പോൾ ഈ സമയത്ത് ഈ വചന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കണമെന്ന്, ഈ വചന ശുശ്രൂഷ വഴി നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഈ നാളുകൾ തിരുവചനം പഠിപ്പിക്കുന്നു, ഇത് കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. ഈ ദിനങ്ങൾ എന്തിന്റെ ദിനങ്ങളാണ്? കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്, നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. അപ്പൊ ഈ നാളുകൾ കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള, പന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. എല്ലാവരും പറഞ്ഞേ, കാത്തിരിപ്പിന്റെ ദിനങ്ങൾ. എങ്ങനെ? കാത്തിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ദാ ഈ ദിവസങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് ലൂക്കാസ് വിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24, 24-ാം അധ്യായം, അതായത് ലൂക്കാസ് വിശേഷത്തിന്റെ അവസാനത്തെ അധ്യായം 24-ാം അധ്യായം 49-ാം തിരുവചനം ഇങ്ങനെ വായിക്കും: ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? ഒരിക്കൽ കൂടി വലതുകര ഉയർത്തുന്നു, ഈ വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു: ഇതാ ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ നമ്മൾ വായിച്ചത് ആരുടെ സുവിശേഷത്തിൽ നിന്നാണ്? ലൂക്കായുടെ സുവിശേഷം. നമ്മൾ ആദ്യം വായിച്ചത് ആരുടെ പുസ്തകത്തിൽ നിന്നാണ്? അപ്പസ്തോല പ്രവർത്തനം. ഇത് രണ്ടും എഴുതിയത് ആര് തന്നെയാണ്? ലൂക്കാ തന്നെയാണ്. ലൂക്കാ സുവിശേഷകൻ തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകവും എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് പാരമ്പര്യ വിശ്വാസം. അപ്പൊ ലൂക്കാ സുവിശേഷത്തിൽ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഈ നഗരത്തിൽ തന്നെ വസിക്കണം. എവിടെ വസിക്കണം? പറയൂ. നരകത്തിലല്ല, നഗരത്തിൽ. പറഞ്ഞേ, നഗരത്തിൽ. ഈ നഗരത്തിൽ തന്നെ വസിക്കണം. ഈ നഗരത്തിന്റെ പേരെന്താണ്? ഈ പട്ടണത്തിന്റെ പേരെന്താണ്? പറഞ്ഞേ, ഒച്ചത്തിപ്പറ. ജെറൂസലേം, ജെറൂസലേം. നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്, ഈ ജെറൂസലേം വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വലതു ഇടതു ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നിങ്ങൾ ഈ ജെറൂസലേം വിട്ടു പോകരുത്. പറഞ്ഞുകൊടു. ഈ ജെറൂസലേം വിട്ടു പോകരുത്, ഈ പട്ടണം വിട്ടു പോകരുത്. അതെന്തിനാ അങ്ങനെ ഈശോ പറഞ്ഞേ? ഈശോ പറയാമായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും വീട്ടിൽ പൊക്കോ, ഇനി ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് വന്നാ മതി, കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്, എല്ലാവരും പോയി നിങ്ങൾ ആയിരിക്കുന്ന പട്ടണത്തിൽ വീട്ടിൽ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെ ഈശോ പറഞ്ഞോ? ഇല്ല. മറിച്ച് ഈശോ എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്,
ഈ നഗരം വിട്ടു പോകരുത്. അപ്പൊ ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ വരും, എന്താണാവോ ഈ പട്ടണത്തിന്റെ പ്രത്യേകത, ഈ ജെറുസലേമിന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞു നോക്കിയേ. എന്താ ഈ ജെറുസലേമിന്റെ പ്രത്യേകത? ഈശോ എന്തിനാ ഈ ജെറുസലേമിൽ വസിക്കാൻ പറഞ്ഞേ? ദൈവത്തിന്റെ നഗരം. പണ്ട് മുതൽ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ജെറുസലേം. അത് ദൈവത്തിന്റെ നഗരം, ദേവാലയമുള്ള സ്ഥലം. കറക്റ്റാണ്. അല്പം കൂടെ ഒന്ന് ചിന്തിച്ചേ, പറഞ്ഞത് ശരിയാണ് എങ്കിലും അല്പം കൂടെ, എന്താ ഈ ജെറുസലേമിന്റെ പ്രത്യേകത? ഈശോ പറയാണ്, നിങ്ങൾ ജെറുസലേമിൽ തന്നെ കാത്തിരിക്കണം. ഇത് വിട്ടു പോകരുത്. പറയാൻ കാരണം ചേട്ടന്മാരെ, പറയാൻ കാരണം പറഞ്ഞോ, എന്തും പറയാം. കാരണം പീഡനം നടന്ന സ്ഥലം. ആരുടെ പീഡനം? ഈശോ ഈ ജെറുസലേം പട്ടണ ചുറ്റളവിലാണ് ഈശോ കുരിശും കൊണ്ടുപോയത്. ഈശോ കുരിശിൽ മരിച്ച കാൽവരി ആ ദേശത്താണ്. ഈശോയുടെ മരണം നടന്ന സ്ഥലമാണ്. അതാണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത. എന്താണ് പ്രത്യേകത? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ആ മണ്ണിൽ രക്തം വീണ, കണ്ണുനീര് വീണ, സഹനമുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ ഈ മണ്ണിൽ കാത്തിരിക്കണം. ഈ മണ്ണിന്റെ ഒരു പ്രത്യേകതയുണ്ട്, സഹിച്ച മണ്ണ. അതുകൊണ്ട് നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്. ഈശോ പറയാണ്, ഈ കണ്ണുനീര് വീണ മണ്ണിൽ, കുരിശുയർന്ന ഈ മണ്ണിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാറ്റടിക്കും. ഏത് കാറ്റ്? പറ. പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിക്കും. കുരിശുയർന്ന മണ്ണിൽ നിശ്ചയമായും ദൈവത്തിന്റെ കാറ്റടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും പറഞ്ഞേ, കുരിശുയർന്ന മണ്ണിൽ കാറ്റടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സഹിക്കുന്നുണ്ടോ? ഇല്ലേ? കണ്ണുനീരുണ്ടോ? സഹനം, വേദന ഉണ്ടോ? ഈശോ പറയാണ്, എങ്കിൽ നിന്റെ വീട്ടിൽ എന്തു വരും? കാറ്റടിക്കും. ഏത് കാറ്റ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ശക്തി കാറ്റടിക്കും. എവിടെ സഹനമുണ്ടോ, എവിടെ കണ്ണുനീരുണ്ടോ, എവിടെ വിഷമമുണ്ടോ, ഉറപ്പിച്ചോ, അതിന്റെ മുകളിലേക്ക് ദൈവത്തിന്റെ കാറ്റടിക്കും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആലയത്തിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തെ ഓർത്തുകൊണ്ട് കരയുന്നുണ്ടോ? നീ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നുണ്ടോ? മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്നുണ്ടോ? നീ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുന്നുണ്ടോ? ഉറപ്പിച്ചോ, നിന്റെ ജീവിതത്തിൽ നീ എവിടെയാണോ പരിഹസിക്കപ്പെടുന്നത്, നീ എവിടെയാണോ ഒറ്റപ്പെടുന്നത്, നീ എവിടെയാണോ കരയുന്നത്, അവിടെ തന്നെ ദൈവം, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കുന്നവര് ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കയ്യടി കണ്ടാൽ അറിയാം വിശ്വാസം ഉണ്ടോ എന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇത് സംഭവിക്കും. ഇത് വിശുദ്ധ ഗ്രന്ഥം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും നൽകുന്ന ഉറപ്പാണ്. നീ ഇന്ന് ഏത് പ്രശ്നത്തിന്റെ മുമ്പിലാണോ പരിഭ്രമിച്ചു നിൽക്കുന്നത്, ആ പ്രശ്നത്തിന്റെ ഒത്ത നടുവിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു കാറ്റടിക്കും. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് നൽകുന്ന ഉറപ്പ്. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരി, കുടുംബനാഥ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രാർത്ഥനാ മന്ദിരത്തിൽ വന്ന്
കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. ഏകദേശം 13-14 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അന്ന് ഞാൻ ഈ ആലയത്തില് പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു താമസിച്ചുള്ള ധ്യാനത്തിന് വന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ജീവിതം പരാജയമാണ്. ഞാൻ വിചാരിച്ച ഒരു ജീവിത പങ്കാളിയല്ല എനിക്ക് കിട്ടിയത്. മദ്യപാനി, കുടുംബം നോക്കാത്തവൻ. എൻ്റെ അച്ചോ, എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നിടിഞ്ഞു. ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയാ ഈ ഭർത്താവിനെ കൈകാര്യം ചെയ്യുന്നത്? അച്ഛാ, മനസ്സുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കുന്നു. മനസ്സുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചച്ഛാ, പക്ഷേ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കുന്നു. ഞാൻ കുറച്ചുനാൾ എൻ്റെ വീട്ടിൽ പോയി നിന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിന്നു. കുറച്ചു ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള എൻ്റെ അപ്പനൊക്കെ പറഞ്ഞ്, നിന്നെ കെട്ടിച്ചു വിട്ടതാ, ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല, നീ പൊക്കോ. അച്ഛാ, ഞാൻ വീണ്ടും എൻ്റെ ഈ കെട്ടിയൻ്റെ അടുക്കേ വന്നു. എന്നാ ചെയ്യാനാ അച്ഛാ? വല്ലാത്ത സങ്കട. നന്നായിട്ട് മദ്യപിക്കുന്ന ഈ ഭർത്താവ്, ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പറ്റണ്ടേ? സ്നേഹിക്കാൻ തോന്നണ്ടേ അച്ഛാ? സ്നേഹിക്കാൻ തോന്നണ്ടേ? പ്രിയപ്പെട്ടവരെ, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത്, ആദ്യം ഈ ഭർത്താവിനെ സ്നേഹിക്കേണ്ട വഴികളൊക്കെ പറഞ്ഞുകൊടുത്ത് ഈ സഹോദരിയെ ആശ്വസിപ്പിച്ചു വിട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ധ്യാന മന്ദിരത്തിൽ ഒരു ശുശ്രൂഷ അവസരത്തിൽ വന്നപ്പോൾ ഞാനിവിടെ ഒരു കൺവെൻഷനോട് ബന്ധപ്പെട്ട് ഈ സഹോദരിയെ കണ്ടു. നല്ല പുഞ്ചിരിച്ച് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന സഹോദരി. ആ സഹോദരി എന്നോട് പറഞ്ഞത്, അച്ഛാ, അന്ന് മുതല്, ഇപ്പൊ കുറെ വർഷങ്ങളായ അച്ഛാ, അന്ന് മുതല് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛാ, അന്ന് വരെ എനിക്ക് ആ മനുഷ്യനോട് വെറുപ്പ്, അസ്വസ്ഥയായിരുന്നു ഞാൻ. എന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടിയതിൽ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു അച്ഛാ. എന്നാൽ അന്ന് മുതൽ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എൻ്റെ ഉള്ളില് ഈ ആളോട് സ്നേഹമുണ്ടായി തുടങ്ങി. അച്ഛാ, അധിക നാള് കഴിയുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഭർത്താവിനെ തിരിച്ചു പിടിച്ചു. ഇപ്പോ എൻ്റെ ഭർത്താവിന് മദ്യത്തിന്റെ മണം കേട്ടാൽ ഓക്കാനിക്കാൻ വരും. മദ്യപാനമൊക്കെ നിർത്തിയച്ചാ എന്ന് മാത്രമല്ല, സന്തുഷ്ടമായ ജീവിതം, സന്തോഷത്തോടെയുള്ള ജീവിതം. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ കരങ്ങൾക്ക് കീഴെയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിതൊരു കൊച്ചു ഉദാഹരണമായിട്ട് പറഞ്ഞു മാറ്റി നിർത്താനല്ല, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത അവസ്ഥ അതെന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ തിരുവചനം എനിക്കും നിനക്കും നൽകുന്ന ഉറപ്പ്, ഈ സഹനത്തിന്റെ മുകളിൽ, ഈ കണ്ണുനീരിന്റെ മുകളിൽ, ഈ പരിഹാസത്തിന്റെ മുകളിൽ, ഈ ഒറ്റപ്പെടലിന്റെ മുകളിൽ നിനക്ക് വേണ്ടി ദൈവം സ്വർഗം തുറക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ പോട്ടാശ്രമത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ളവരുണ്ടാവും. ഓൺലൈൻ ശുശ്രൂഷയിൽ വെറുതെ ഒന്ന് കാണാനായിട്ട് ഇപ്പോൾ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. ഓർത്തോ, വചനം പഠിപ്പിക്കുന്നു, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം അത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവ്. യു മസ്റ്റ് വെയിറ്റ്. എവിടെ? നിനക്ക് തോന്നിയ സ്ഥലത്തല്ല. നീ ഇന്ന് സഹിക്കുന്ന ഈ സഹനത്തിന്റെ മുകളിൽ, ഈ സഹനത്തിന്റെ മുകളിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കാറ്റടിക്കും. ബൈബിളിൽ പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചു. ഈസ്റ്റർ കഴിഞ്ഞിട്ട് 50-ാം ദിനം പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചു നോക്കിക്കേ. 1 മുതലുള്ള വചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1 ഓൺവേഴ്സ്. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു.
അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം അതേപടി തന്നെ സംഭവിച്ചു. എങ്കിൽ ദാ ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനം വിശ്വസിച്ച് ഓരോരുത്തരും ഏറ്റെടുക്കുക. എന്നിട്ട് പറയണം, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് സംഭവിക്കട്ടെ എന്ന് പറയട്ടെ. ഇതെന്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ. എന്റെ കണ്ണുനീരിന്റെ, പരിഹാസത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, വേദനയുടെ, രോഗത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പറക്കും. പരിശുദ്ധാത്മാവ് പറന്നിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതു ഇടതു ഇരിക്കുന്നവരോട് പറ, ഇത് സംഭവിക്കട്ടെ എന്ന് പറ. ഇത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കും, ഇപ്പോൾ കേൾക്കുന്ന വചനം ഇത് അവിചാരിതമായിട്ട് കേൾക്കുന്ന അല്ലല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഈ വചന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കണമെന്ന്, ഈ വചന ശുശ്രൂഷ വഴി നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കണമെന്ന്, ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം നിന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ ആർക്കറിയാം? പറ. ദൈവത്തിനറിയാം. നിന്റെ അടുത്തിരിക്കുന്നവർക്ക് വല്ലതും മനസ്സിലാകുമോ? മനസ്സിലാകുമോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൗൺസിലിങ്ങിനൊക്കെ പോയി പലതും പറഞ്ഞല്ലോ, എന്നിട്ട് അവർക്ക് മനസ്സിലായോ? നമ്മൾ നോർത്ത് നോക്കിക്കേ. നിന്റെ ഹൃദയം ഇവിടെ ഇരിക്കുമ്പോ ഈശോയ്ക്ക് നന്നായിട്ടറിയാം. നിന്നോടാ പറയണേ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ബട്ട് യു മസ്റ്റ് വെയിറ്റ്. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ തളരാൻ പാടില്ല. ഇന്നത്തെ എന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ ഞാൻ തളരരുത്. കാരണം അവിടെ തന്നെ ദൈവം എന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവപ്രാഞ്ജിക്കാരാധന, യേശുനാഥാഞ്ജിക്കാരാധന, ദൈവപുത്രങ്ങിക്കാരാധന, ആരാധന കർത്താവേ, ആരാധന. ഹല്ലേലൂയ. എല്ലാവരും പാടിക്കേ. ആരാധന, ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, ഹല്ലേലൂയ. സ്വരമുയർത്തി പാടിക്കേ. ആരാധന, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു. കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം. അത്ഭുത കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ദൈവമേ, അത്ഭുതകരമായ കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ ആരാധനയുടെ സമയത്ത് ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും, എല്ലാ ബലഹീനതകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ കണ്ണുനീരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഞങ്ങൾ നേടിയിട്ടില്ല. കർത്താവെ, അങ്ങ് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങ് നൽകാതെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പാപങ്ങൾ മാത്രമാണ്. കർത്താവെ, ഇതാ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സമർപ്പിക്കുക. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് സമർപ്പിക്കുക. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ കണ്ട് സമർപ്പിക്കുക. നിങ്ങളുടെ പേരൻസ്,
ഒരുപക്ഷെ മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിൽ ആ മരിച്ചുപോയവരുടെ ആത്മശാന്തി തീർന്നുകൊണ്ട് അവരുടെ മുഖം മനസ്സിൽ കണ്ട് നീ പ്രാർത്ഥിക്കുക, അവരെ ഓർത്ത് നന്ദി പറയുക. ഒരു പക്ഷേ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുള്ള അനേകരുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പെരുമാറി, അമ്മ ഇങ്ങനെ പെരുമാറി എന്നിങ്ങനെ ഭാരപ്പെടുത്തുന്ന അനേക ഓർമ്മകൾ നിന്റെ ഉള്ളിലുണ്ടാവും. അതെല്ലാം ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. കാരണം ഈ ഭൂമിയിൽ നിനക്ക് ജന്മം നൽകാൻ സ്വർഗം തന്ന സമ്മാനമാണ് നിന്റെ അപ്പനും അമ്മയും. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള ഓരോ ജീവിത വഴികളിൽ നീ അനുഭവിച്ച, കണ്ടതും കേട്ടതുമായ ഓരോ അനുഭവങ്ങൾ സമർപ്പിക്കുക. നിന്റെ വീട്ടിലുള്ള നിന്റെ സഹോദരങ്ങളെ ഓർക്കുക. നിന്റെ ചേട്ടനോ ചേച്ചിയോ അനുജനോ അനുജത്തിയോ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും ഓർക്കുക. ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ നിനക്ക് സങ്കടമുണ്ടോ? മറ്റ് സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന നിനക്ക് കിട്ടുന്നില്ല എന്നൊരു സങ്കടം നിന്റെ ഉള്ളിലുണ്ടോ? ഞാൻ എല്ലാ കാര്യത്തിലും അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു ഭാരമുണ്ടോ? ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ എന്തിനെ ഓർത്തുകൊണ്ടാണ് നിന്റെ ഞെരുക്കം, അസ്വസ്ഥത? ആ മേഖല ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവെ, ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ പലതും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പഠനം സാധ്യമായില്ല. ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജോലി, ഒരു പ്രൊഫഷൻ കിട്ടിയില്ല. സങ്കടമുള്ളിലുണ്ടാവും. ആ സങ്കടങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണോ കുറവ്, ആ കുറവിനെ സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹിതരായവരെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ്? കുറേയധികം കുറവുകൾ. ഈ വ്യക്തി ഇങ്ങനത്തെ ഒരാളായിപ്പോയല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ഈ വ്യക്തി പെരുമാറുന്നത്, ഈ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണല്ലോ, എനിക്ക് അബദ്ധം പറ്റിയല്ലോ, ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നോ എന്നിങ്ങനെ പലതരത്തിലുള്ള കുറവുകളുടെ ചിന്ത നിന്റെ തലയ്ക്കകത്ത് വരാം. എന്നാൽ ഈ ശുശ്രൂഷ സമയം ഇതാ ഈശോ ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ കയ്യിൽ വെച്ചു തന്നതാണെങ്കിൽ ദൈവത്തിന് നിശ്ചയമായിട്ടും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് കരയുന്ന, വിഷമിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മകനെയും മകളെയും ഈ അൾത്താരിൽ സമർപ്പിക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും എൻ്റെ പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചാൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും. ഇത് പരിശുദ്ധ അൾത്താര നൽകുന്ന ഉറപ്പാണ്, വാഗ്ദാനമാണ്. നിന്റെ മകനെയും മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. മകൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, മകളുടെ കൂട്ടുകെട്ട് ശരിയല്ല, അവരുടെ സ്വഭാവ രീതികൾ ഇങ്ങനെയാണ് എന്നിങ്ങനെ പല കാരണങ്ങളും പല കുറവുകളും നിന്റെ തലയിൽ തെളിഞ്ഞു വരും. അതെന്താണോ അത് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ഭാവിയെ ഓർത്തുകൊണ്ടുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവും. എൻ്റെ മകൻ ഇങ്ങനെയാണ്, മകൾ ഇങ്ങനെയാണ്, ആ ഉത്കണ്ഠകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ മക്കൾ പോയി അവിടെ അവർക്ക് പഠനകാര്യങ്ങൾ ശരിയായില്ല, അവരുടെ ജോലിക്കാര്യങ്ങൾ, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, താമസ സൗകര്യം ശരിയായിട്ടില്ല, അവർക്ക് ബന്ധങ്ങൾ ശരിയാവുന്നില്ല, അവർക്കവിടെ വലിയ ഞെരുക്കങ്ങളാണ്, അവർക്കവിടെ ഭാഷയുടെ പ്രശ്നം, കാലാവസ്ഥയുടെ പ്രശ്നം, അവർക്ക് ജീവിത രീതികളെല്ലാം വ്യത്യസ്തം, പല ഞെരുക്കങ്ങളുണ്ടാവും. ആ ഞെരുക്കം എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവര്, ദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതാ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്താണോ അവസ്ഥ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഓരോ കുറവുകൾ സമർപ്പിക്കുക. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ടാവും, നിന്റെ കുറവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീട് പണിയാൻ ആഗ്രഹിച്ചിട്ടത് പൂർത്തിയാക്കാൻ പറ്റാത്തവര്, വാടക വീട്ടിൽ എന്നും ജീവിതം കഴിയേണ്ടി വരുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഠനകാര്യങ്ങളിൽ മക്കൾ വിചാരിക്കുന്നതല്ലോ പഠിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. ആ കുറവുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിലെ ഞെരുക്കം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയമായിട്ട് വളരാനായിട്ട് കിട്ടുന്ന സമയം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഞെരുക്കമുണ്ട്. ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നിന്റെ എല്ലാ കുറവുകളും സമർപ്പിക്കുക. ശാരീരിക രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, എന്താണോ നിന്റെ രോഗം അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ രോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു.
ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവും നിന്റെ ഈ രോഗം നിന്റെ മരണത്തിന് കാരണമാകും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നീ മരുന്ന് കഴിക്കേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും ആ രോഗപീഠ ഈശോയ്ക്ക് കൊടുക്കുക. കാരണം ഈ കുറവിനെ അത്ഭുതമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ, ഉത്തരം കിട്ടാത്ത ജീവിതത്തിലെ പല ചോദ്യങ്ങളും, പല മേഖലകൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം സമർപ്പിക്കുക. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ കുറവുകളാണ്. 5 അപ്പം എടുത്ത് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ മനസ്സിൽ തെളിയട്ടെ. ഇതാ കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും കർത്താവേ ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ, ഇതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. 2 കരങ്ങളിലും ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാമം തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിത വഴികളിൽ സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ ഇടവരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന.